ആളുകളെ പ്ലേസ്മെന്റ് ഗൾഫിലേക്കും ചെയ്യാൻ പറ്റും, അതുപോലെ ഇവിടെ. അപ്പോൾ ഈ എറണാകുളത്ത് വെച്ചിപ്പോൾ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു, ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയില്ല. അത് ഈ സെക്യൂരിറ്റി സ്റ്റഡിൻ്റെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു അക്കേഷ്യ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്, ആ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി ഇൻ്റഗ്രേറ്റേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ വലിയൊരു എക്സ്പോ ഉണ്ടായിരുന്നു എറണാകുളത്ത് ഈ 13-14 കഴിഞ്ഞ. അപ്പോൾ അതിനും കുറേ ആളുകൾ പല ഇന്ത്യയിൽ പല ഭാഗത്തും മാനുഫാക്ചേഴ്സ് വന്നിരുന്നു, അതുപോലെ ഗൾഫിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ടെക്നീഷ്യന്മാരാണ്. അപ്പോൾ ഞങ്ങൾ ദുബായ് അക്കാദമി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ നല്ല ടെക്നീഷ്യന്മാരുണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഏബിളായിട്ടുള്ള ടെക്നീഷ്യന്മാർ ഒരു കുറേ ഉണ്ടാവും ഇവിടെ. പക്ഷെ നമ്മളെന്താ വെച്ചാൽ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മളത് ആത്മാർത്ഥതയോട് കൂടിയിട്ടും, അത് ഒന്നാമത് നമ്മൾ ഇതൊരു ടെക്നിക്കലാണ്, ആ ടെക്നിക്കൽ മൈൻഡുള്ളവർക്കാണ് പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ പഠിക്കാൻ പറഞ്ഞു, അമ്മ പഠിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നടക്കില്ല. കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോബിയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ്. ഇത് നമ്മുടെ ഈ ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പാഷനാണ്, നമ്മളതിന് വിട്ടുപോകില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആളാണ് ഞാൻ. ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തരൊന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.